ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈരാണിത്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴച്ച് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് ലൂസാവാതെയും എന്നാൽ അധികം കട്ടിയാവാതെയുമാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 15 മിനിറ്റോളം ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിനൊരു ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത് തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കുറച്ച് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അരയാൻ ആവശ്യമായ വെള്ളം, ലൈറ്റ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര തിക്കാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ചട്നി നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചട്നി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലേക്ക് 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലാക്കി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചുട്ടെടുക്കുന്നത്. നല്ല ബൗൾ ഷേപ്പിൽ തന്നെ ഇത് കിട്ടുന്നതാണ്. എന്നിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഗോൾഡൻ നിറമായാൽ എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇങ്ങനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്